ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നിധിയും കൂട്ടിക്കൊണ്ട് രാജീവ് വീട്ടിലോട്ട് പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും നിധി യാത്രയൊക്കെ പറയുന്നുണ്ട്. നികേഷ് നല്ല സങ്കടത്തിലാണ്. നികേഷിൻ്റെ അടുത്ത് സുധീഷ് വന്നിട്ട് പറയും, എടാ 2 ദിവസത്തേക്ക് നിധിയുടെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടിട്ടൊക്കെ വരട്ടെ, അതിനുശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരത്തില്ലേ എന്ന് പറയും. പിന്നെ പറയും, ഏട്ടത്തിയമ്മ ഒരുപാട് ദിവസം അവിടെ നിൽക്കലേ, പെട്ടെന്ന് തന്നെ തിരിച്ചു വരണേന്ന് പറയും. നീ കരയാതെ നികേഷ്, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും സങ്കടം. ഭാസ്കരൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇതൊരു ചതിയൊന്നും അല്ലല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? ചതിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ വരുമോ? എൻ്റെ മകളെ മാത്രമല്ലേ കൊണ്ടുപോകത്തുള്ളൂ, ഇപ്പം നിങ്ങളുടെ മകനെയും കൂടി ഞാൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് പറയും. ഒരാഴ്ച എൻ്റെ മോളെ അവിടെ നിർത്തിയതിന് ശേഷം ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നിധിയെ അങ്ങോട്ട് കാറിലോട്ട് കൊണ്ടുവരും. നിധി കാറിലോട്ട് കയറുന്ന സമയത്ത് സുധീഷ് ബാക്കിലോട്ട് കയറും. അങ്ങനെ നിധിയും സുധീഷും ബാക്കിലും, ഫ്രണ്ട് സീറ്റിൽ രാജീവുമാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് രാജീവ് കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയും, എനിക്ക് നല്ല തലവേദന, ഞാൻ ഡ്രൈവിംഗ് ചെയ്താൽ ശരിയാവത്തില്ല, അതുകൊണ്ട് സുധീഷ് ഒന്ന് ഡ്രൈവ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് സുധീഷ് നിധിയായിട്ട് സന്തോഷമായിട്ട് പോകാമെന്നിരിക്കുന്നതാണ്. ആ സമയത്ത് രാജീവ് അതിന് തടസ്സം നിൽക്കുകയാണ്. കുഴപ്പമില്ല, ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ വീണ്ടും രാജീവിൻ്റെ ഡ്രൈവറായി സുധീഷ് മാറുകയാണ്. അങ്ങനെ നിധിയെ ചേർത്ത് പിടിച്ച് കാറിൽ അവർ യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ നിധി സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. നിധിയും കൂട്ടിക്കൊണ്ട് രാജീവ് കാറിൽ വരുന്നത് കാണുമ്പോൾ തന്നെ ഹേമയ്ക്ക് നല്ല സന്തോഷമാവും. ഹേമ ഓടി വന്ന് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് നിധി കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നു. കൂടെ രാജീവ് ഉണ്ട്. ഫ്രണ്ട് സീറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഡ്രൈവിംഗ് സീറ്റിൽ സുധീഷും ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിധിയെ കാണുന്നത് നമുക്ക് സന്തോഷമാവുമെങ്കിലും സുധീഷിനെ കാണുമ്പോൾ മുഖം അങ്ങ് മാറുകയാണ്. അതിനുശേഷം നിധിയെ കണ്ടത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാ മോളെ, ഇവർ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതാ, നീ പോയി ആരതി തട്ട് എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ സാന്ദ്ര പോയി ആരതി തട്ടെടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരെയും കൂടി ആരതി ഒഴിയും. സുധീഷിനെ കാണുന്ന തുടങ്ങി ദേഷ്യമാണ് ഹേമയ്ക്ക്. പിന്നെ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിധിയെ ചേർത്ത് നിർത്തി ആരതി ഒഴിയാണ്. അതിനുശേഷം കെട്ടിപ്പിടിച്ച് ഒത്തിരി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പരാതിയൊക്കെ പറയും, പരിഭവങ്ങളൊക്കെ പറയും. അതിനുശേഷം നിധിയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകും. അപ്പോഴത്തേക്ക് സുധീഷ് പറയും, ബാഗൊക്കെ വണ്ടിയിൽ, എനിക്ക് സുധീഷ് പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് വരികയാണ്. അതിനുശേഷം അരുണ് പറയും, വാ മോളെ, നിനക്കിഷ്ടമുള്ള ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്ത് ടേസ്റ്റാണെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലോട്ട് ക്ഷണിക്കുകയാണ്. മോളൊരു കാര്യം പോയി കുളിച്ച് ഈ വേഷമൊക്കെ മാറ്റി, നിൻ്റെ ഡ്രസ്സെല്ലാം റൂമിൽ ഇരിപ്പുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം, നല്ല ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയും. അങ്ങനെ ഫുഡെല്ലാം എടുത്തു വെച്ചേക്കും. സുധീഷ് വീട്ടിനകത്തോട്ട് കയറുകയാണ്. ആദ്യമായിട്ടില്ലേ അത്രയും വലിയ വീട്ടിലൂടെ കയറുന്ന സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അന്താളിപ്പാണ്. അതിനുശേഷം നിധി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വരും. അപ്പോഴത്തേക്ക് ഫുഡെല്ലാം ഹേമയും സാന്ദ്രയും കൂടി എടുത്തു വെക്കും. അങ്ങനെ ഫുഡെല്ലാം വിളമ്പുകയാണ്. ആ സമയത്ത് നിധിയുടെ അടുത്ത് തന്നെ സുധീഷ് വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അരുണ് പറയും, ഞങ്ങളുടെ വീട്ടിനെ ഗേറ്റ് കടക്കാൻ യോഗ്യതയില്ലാത്തവൻ ഇപ്പം ഞങ്ങളുടെ ഒപ്പത്തിനിരുന്ന് ആഹാരം കഴിക്കുന്നു, ഇറക്കി വിടാനും പറ്റാത്തൊരു സാഹചര്യമാണ് അരുണിന്. നിധി അടുത്തിരിക്കുന്ന കാരണം ഒന്നും പറയാനും പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴും സുധീഷിന് നല്ല ടെൻഷനുണ്ട്. സുധീഷ് ഇങ്ങനെ പേടിച്ചാണ് ഇരിക്കുന്നത്, എങ്കിലും ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കുന്നത് നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ ഹരീഷ് നീതുവിൻ്റെ വണ്ടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നീതു വണ്ടി ശരിയായെന്ന് അറിയാനായിട്ട് വർക്ക്ഷോപ്പിലോട്ട് വരുന്നുണ്ട്. അപ്പം ഹരീഷ് പറഞ്ഞുകൊണ്ട്, വണ്ടിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. പൈസ കൊടുക്കും, പൈസ മേടിക്കത്തില്ല. അതെന്താ പൈസ മേടിക്കാതെ? പൈസ വേണ്ട, അതിന് വേണ്ടിയുള്ള കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു പറയും. ഇനി പൈസ മേടിക്കാതിരുന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വണ്ടി പിന്നെയും കംപ്ലയിൻ്റ് ആവുമോ? ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നല്ലോണം ഞങ്ങൾ പണിഞ്ഞ് കൊടുക്കത്തോളം എന്ന് പറയും. അതൊന്നും പറയണ്ട, മുമ്പ് ഇവിടെ വന്ന് പണിഞ്ഞ വണ്ടിയായി, ഇപ്പോൾ പിന്നെയും കംപ്ലയിൻ്റ് ആയെന്ന് പറയും. സംശയം ഉണ്ടെങ്കിൽ ഓടിച്ച് നോക്കാൻ പറയും. ഒരു റൗണ്ട് ഓടിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. ശരി, എങ്കിൽ ഇപ്പോൾ തന്നെ നോക്കിക്കളയാമെന്നുള്ളത് നീത് വണ്ടി കയറിയിരിക്കും. അപ്പോഴത്തേക്ക് ഹരീഷ് പറയും, അല്ലെങ്കിൽ വേണ്ട, ഞാനും കൂടി വരാമെന്ന് പറയും. അതെന്തിനാ? ഞാനല്ലേ വണ്ടി ശരിയാക്കിയത്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റത്തുള്ളൂ, എൻ്റെ ബാക്കിൽ കയറിയാൽ മതിയെന്ന് പറയും. അങ്ങനെ ഹരീഷ് വണ്ടി എടുക്കും. ഹരീഷിൻ്റെ വണ്ടിയുടെ പുറവെ നീതും കയറിയിരിക്കും. ഉടനെ നമ്മുടെ ടിക്ടോ വന്നിട്ട് പറയും, ഇത് കൊള്ളാമല്ലോ എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ട്രിപ്പ് ഇന്ന് കറങ്ങിയിട്ട് വരുവാണ്. ആ സമയത്ത് പറയും, കൊണ്ട് നിർത്തും, ഒരു റൗണ്ട് എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് നിർത്തും. കണ്ടോ, ഇപ്പോൾ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. അപ്പോഴത്തേക്ക് പറയും, ഇനി പൈസ തരാമല്ലോ, പൈസ വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കംപ്ലയിൻറ്റ് ഉള്ളതെന്ന് വരും. ശരി, അപ്പോൾ ഇനി എനിക്ക് വണ്ടിയും കൊണ്ട് വർക്ക്ഷോപ്പിലോട്ട് ഇനി എപ്പോഴും വരേണ്ട കാര്യമില്ലല്ലോ, വല്ലപ്പോഴും വർക്ക്ഷോപ്പിലോട്ട് വന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനതിനെ വർക്ക്ഷോപ്പിലോട്ട് വരുന്നത്, എൻ്റെ കാമുകം വല്ല ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും.
ആ അത് കാമുകനുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ വരാമെന്നുണ്ടോ എന്ന് ചോദിക്കും. ഫ്രണ്ടായിട്ടും കരുതാം. അത് ചോദിക്കും എന്തിന്, ഞാനങ്ങനെ ആരെയും ഇനി പ്രത്യേകിച്ച് ഒരു രീതിയിലും കരുതേണ്ട കാര്യമൊന്നുമില്ല. ഒരാളോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷേ അയാൾക്ക് എനിക്ക് മാത്രം ഒരു വൺ വേ ലവ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇങ്ങോട്ടും കൂടി വേണമല്ലോ സ്നേഹം. അത് ഇനി ഉണ്ടായിക്കൂടുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്താ ഹരീഷ് പറഞ്ഞത്? ഞാൻ പറയാനുള്ളത് തന്നെ പറഞ്ഞെന്ന് പറയും. ഓ വേണ്ടായേ, ഇനി അതിന് ശേഷം പിന്നെ സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഇനി പിന്നെയും നിങ്ങളുടെ ചേട്ടനെ കൊണ്ട് എനിക്ക് കല്യാണം ആലോചിക്കാനില്ലേ? അത് നീതു അന്നൊരു അബദ്ധം പറ്റി പോയതാണ്. അന്നത്തെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം മുടങ്ങിയ സമയത്തുള്ള വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നീതു എന്നോട് ക്ഷമിക്കുക എന്ന് പറയും. അതിൻ്റെ പേരിലല്ലേ ഇത്രയും ദേഷ്യം എന്നോട് കാണിച്ചതെന്നൊക്കെ ഹരീഷ് പറയും. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അപ്പം ഒരു ചെറിയ സ്നേഹമൊക്കെ തുടങ്ങിയില്ലേ? അപ്പോഴത്തേക്കും പിന്നെ നീതുവിൻ്റെയും ഹരീഷിൻ്റെയും ഒരു പ്രണയത്തിൻ്റെതായ ഒരു ചിരിയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതിനുശേഷം രണ്ടുപേരും തിരിച്ചു പോവുകയാണ്. ഹരീഷ് അങ്ങ് വർക്ക്ഷോപ്പിലോട്ടും വരും, നീതു അങ്ങ് നീതുവിൻ്റെ വീട്ടിലോട്ടും പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീടാണ്. നിധിയുടെ വീട്ടിൽ നിധി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിധി അങ്ങ് റൂമിലോട്ട് പോവുകയാണ്. റൂമിലോട്ട് പോകുമ്പോൾ നിധിക്ക് അങ്ങ് സന്തോഷമാവും. കാരണം നിധി ഒത്തിരി നാളിന് ശേഷമല്ലേ വീട്ടിലോട്ട് വരുന്നത്. റൂമൊക്കെ പഴയതുപോലെ തന്നെ നല്ല നീറ്റാക്കി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് സുധീഷ് പുറത്തിറങ്ങി നിൽക്കുകയാണ്. കാരണം സുധീഷിനോട് ആരും വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല. സുധീഷ് പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ ആ സമയത്ത് അരുണും രാജീവും അങ്ങോട്ട് വരും. എന്താ മരുമോനെ പുറത്ത് ഇരിക്കുന്നത്? ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം. അതൊന്നും വേണ്ട, ഭാഗത്തൊന്നും ഇരിക്കാൻ പറയും. നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ നിന്നെ ബുദ്ധിമുട്ടിക്കാമെന്ന് കരുതണ്ടല്ലോ, ബാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റിക്കകത്തിരിക്കാൻ വന്നിരിക്കും. അപ്പോൾ വന്നിരിക്കാൻ പറയും. ഉടനെ സുധീഷ് സെറ്റിയിരിക്കാൻ പോകുമ്പോൾ പറയും അവിടെ അല്ല താഴെ എന്ന് അരുണ് പറയും. ഉടനെ ഇവർ നോക്കുകയാണ്. അതെ, നീ എന്താ കരുതിയത്? നിന്നെ ഇവിടെ കൊണ്ടുവന്ന് രാജകീയ സിംഹാസനത്തിൽ ഞങ്ങൾ ഇരുത്തുമെന്ന്. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കുമെന്ന്? അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി നിന്നിൽ നിന്ന് അവളെ പിരിക്കാനും എനിക്കറിയാമെന്ന് പറയും. പോടാ, ആ താഴെ പോയി നീ ഇരുന്നാൽ മതിയെന്ന് പറയും. പിന്നെ സുധീഷിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവരുടെ വീട്, അവരുടെ സൗകര്യം. സുധീഷ് ഒന്നും മിണ്ടാതെ താഴെ അവിടെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട് അരുണും രാജീവും. ആ സമയത്ത് തന്നെ നിധി താഴേക്ക് ഇറങ്ങി വരും. ഇതെന്താ സുധീഷ് താഴെ ഇരിക്കുന്നത്? അതൊന്നുമില്ല മോളെ, ഞങ്ങൾ വെറുതെ സുധീഷോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. സുധീഷിൻ്റെ പഴയ കോളേജ് കാര്യങ്ങളൊക്കെ പറയുകയും അതൊക്കെ അനുകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാന്ന് പറയും. അതാണോ? ശരി എന്ന് പറയും. അങ്ങനെ നിധി അങ്ങ് പോവുകയാണ്. അതിനുശേഷം സുധീഷും അങ്ങ് നിധിയുടെ കൂടെ അകത്തോട്ട് ചെല്ലും. ആ സമയത്ത് സാന്ദ്ര വരും. സാന്ദ്ര വന്നിട്ട് ചോദിക്കും, നിധി നിനക്ക് സുഖമാണോ അവിടെ? എനിക്ക് സുഖമായിട്ടെത്തി, കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവ്യൂവിനൊക്കെ പോയോ? ഇൻ്റർവ്യൂവിന് പോയ കാര്യമൊക്കെ പറയും. കാരണം 2 റൗണ്ട് ഇൻ്റർവ്യൂ വിജയിച്ചായിരുന്നു. HR റൗണ്ടിൽ ചെന്നപ്പോൾ അവിടെ സൂര്യ ആയിരുന്നു HR മാനേജറുടെ ഫ്രണ്ടായിട്ടിരുന്നത്. ആ റൂമിൽ ആ ക്യാബിനിൽ പോലും സൂര്യ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ സാന്ദ്രയോട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്യാൻ നിധി, നീ ഇനി അങ്ങോട്ട് പോകണ്ട. അവിടെ വന്ന് നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് വിഷമമെന്നറിയാവോ? എന്ത് നല്ലൊരു സാഹചര്യത്തിലാണ് നീ വളർന്നു വന്നത്. അവിടുത്തെ വീടും ചുറ്റുപാടും ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ഇനി അങ്ങോട്ട് പോകണ്ട മോളെ, നീ ഇവിടെ നിന്നാൽ മതി. ഇവിടെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു സമാധാനമുണ്ട്. നിനക്ക് ഇവിടെ നിന്ന് തുടർന്ന് പഠിക്കാം. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ, നിനക്ക് ഇവിടെ നിന്ന് തന്നെ ജോലിക്ക് പോവാം. പ്ലീസ് നീ ഇനി അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ സാന്ദ്ര പറയും. പക്ഷേ ഇല്ല സാന്ദ്രയുടെ അടുത്ത്, ഞാൻ ഒരാഴ്ച അച്ഛൻ വന്ന് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമേ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോയേ പറ്റൂ. ഈ വലിയ വീട്ടും ഇവിടുത്തെ സൗകര്യത്തെക്കാട്ടിലും എൻ്റെ മനസ്സ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ചെറിയ വീടും അവിടുത്തെ മനുഷ്യരെയാണെന്ന് പറയും. എനിക്ക് ആ വീടും ചുറ്റുപാടും തന്നെ ഏറ്റവും ഇഷ്ടം. എനിക്ക് തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും തിരിച്ചു പോകുന്നു തന്നെ സാന്ദ്രയോട് പറയും. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് അപ്പോഴാണ് നമ്മുടെ സുധീഷ് അങ്ങോട്ട് റൂമിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ അവിടുമ്പോഴാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി സുധീഷിനെയും അവിടുന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം നിധിയെ മാത്രം അവിടെ നിർത്തുമോ, അതോ സുധീഷും നിധിയും കൂടി തിരിച്ച് കിളിക്കൂട്ടിലോട്ട് വരുമോ? അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.